ഇതെന്നാ വെച്ച് ഇന്നൊരു ചക്കയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്? ഇത് ചക്ക ഇടിഞ്ചക്ക. ഇത് ചെത്തിയിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇടിഞ്ചക്ക തോരൻ. പിന്നെ കല്യാണങ്ങളല്ലേ, കല്യാണങ്ങൾക്കൊക്കെ ആകുമ്പോ ഇങ്ങനെ പിന്നെ സ്റ്റേജിലൊക്കെ വന്ന് കയറിയിട്ട് പിള്ളേരുടെ ഒക്കെ കൂടുതൽ വന്നതൊക്കെ പിള്ളേരും കൂടെ വേണം. എമ്പടി ചക്ക കായ്ക്കും നമ്മുടെ പറമ്പിലൊക്കെ, ഇഷ്ടംപോലെയൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ ഇങ്ങനെ ഇടിച്ചക്ക പറിച്ചിടണമെന്ന് ഇങ്ങനെയൊക്കെ കറി വെക്കണം നമ്മൾ കണ്ടുപിടിച്ചു. നല്ല വൈകുന്നേരം നല്ല കട്ടൻ കാപ്പിക്കാം ഇടിച്ചക്ക ഇങ്ങനെ കഴിക്കുക അല്ലേ? വരുത്തില്ല. അതെ അതെ. ഇതെന്നാ വെച്ച് ഇന്നൊരു ചക്കയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്? ഇത് ചക്ക ഇടിഞ്ചക്ക. ഇത് ചെത്തിയിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇടിഞ്ചക്ക തോരൻ. ചക്ക ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ വെക്കുന്ന ഒരു കറിയാണ്. ഞാനല്ലെങ്കിലും ഈ ചക്കയുടെ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിച്ച അമ്മച്ചിനെ കൊണ്ട് ഇടിഞ്ചക്ക തോരൻ വെക്കണം. അത് ശരി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അതെയോ? ആഗ്രഹിച്ചതുപോലെ നമുക്ക് കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആഗ്രഹം തീർക്കാൻ. ഇനി നമ്മൾ എന്തൊക്കെയാ ഇതിന് ചെയ്യേണ്ടത്? ഇത് ചെത്തി ഞുറുക്കി അടുപ്പയിൽ വെക്കുക. വിസില് രണ്ട് കുക്കറിൽ വെച്ചാൽ 2 വിസില്, അതല്ലെങ്കിൽ അടുപ്പേ വെക്കുക. നമ്മുടെ സമയക്കുറവ് കൊണ്ടും ആഗ്രഹം കൂടി വരുന്നുണ്ടും പെട്ടെന്ന് കുക്കറിൽ തന്നെ വെക്കാം. കുക്കറിൽ വെച്ചാൽ 2 അടിക്കുക. 2 അടിച്ച് കഴിയുമ്പോൾ അത് വെന്തിരിക്കും. പിന്നെ നമ്മൾ ബാക്കിയുള്ള പണി അത് ചെത്തി കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇടിച്ചിട്ട് പിന്നെ അതിന് വേറെ കൂട്ടാനുണ്ട്. ആദ്യം ചക്ക ചെത്തുക, ഞുറുക്കി അടുപ്പേ വെക്കുക. വേവിച്ചു കൊണ്ടുവരാം. നമ്മൾ ചെത്തി അരിഞ്ഞ് വെച്ചില്ലേ, ആ ചക്കയാണ്. അത് നമ്മൾ തീയൽ വെച്ച് വേവിച്ചിട്ടത് കല്ല് വെച്ച് ഇടിച്ചിങ്ങനെ തോരനും പോലെ ആക്കി. ഇനിയിപ്പോൾ ഇത് കടുക് പൊട്ടിച്ചിട്ട് വെള്ളം അടിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇത് മൂപ്പിക്കണം. ഈ അരപ്പ് മൂപ്പിക്കണം. ഇത് മൂപ്പിച്ചിട്ട് അത് മൂത്തൊരു നിറമാകുമ്പോൾ ഇത് ഇടണം. കല്ലിൽ വെച്ച് ഇടിക്കുന്നതുകൊണ്ടാണ് ഇടിച്ചക്ക എന്ന് പറയുന്നത്. ഇടിച്ചക്ക എന്ന് പറയുമ്പോൾ പ്ലാവിൽ നിന്ന് തന്നെ ഇടിച്ചക്കയാ. അപ്പൊ ആ ഇടിച്ചക്ക ഇടിക്കുമ്പോ ഇടിച്ചക്ക തന്നെയായി. പ്ലാവിൽ നിന്ന് തന്നെ നമ്മൾ പേര് പറയുന്നത് ഇടിച്ചക്ക. ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇടിച്ചക്ക. ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയല്ല, ചക്കയുടെ പേരും ഇടിച്ചക്ക. ചക്കയുടെ പേരും ഇടിച്ചക്ക തന്നെ. അപ്പൊ ഞാൻ ഇടിച്ചക്ക ഇങ്ങനെ ഇടിച്ചിട്ട് തന്നെ ഉണ്ടാക്കുക. ഇതങ്ങനെ ഇടിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ്. നമ്മൾ ചെത്തി ഞുറുക്കി വേവിച്ച് ഇടിച്ചു. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. നമ്മള് എണ്ണ ഒഴിക്കട്ടെ. ചട്ടി ചൂടായിട്ട് ഇപ്പം നമ്മൾ കടുകിടാം. എണ്ണ ചൂടായിട്ട് കടുകിടട്ടെ. കടുകിട്ട് പൊട്ടട്ടെ. നമ്മൾ കടുകിട്ടു. ഇപ്പോൾ കടുകിട്ട് പൊട്ടി. നമുക്ക് ഈ മുളകിടാം. ഇടിച്ച മുളകായ വെളുത്തുള്ളിയും മുളകും കൂടെ ഇടിച്ചാണ്. വത്തലമുളകും ഇതിപ്പോൾ ശേഷം മൂക്കണം. ഇത് ഇളക്കി മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് ഈ അരപ്പിടണം. ഇനിയിപ്പോൾ നമുക്ക് രേഷം കരിയാപ്പില ഇടാം. കരിയാപ്പില കരിയാപ്പിലയിട്ട് ഇളക്കി മൂത്ത് കഴിയുമ്പോൾ അരപ്പിടണം. അരപ്പിൽ എന്തൊക്കെയാണ് വെച്ചുള്ളത്? അരപ്പിൽ തേങ്ങ, ജീരകം, തേങ്ങ, ലേശം ഉള്ളി, ചെറിയ ഉള്ളി അത് കൂട്ടി അരച്ചേക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടിയുണ്ട്. അത് ശരിക്കും മൂത്തിട്ടാണ് ഇടാൻ പറ്റുക. ഇത് നല്ലൊരു മൂക്കണം. ഇത് മൂത്തിട്ട് നമ്മളിത് ഈ അരപ്പിടണം. അപ്പം നമ്മൾ വെളുത്തുള്ളി
മുളക് ഇടിച്ചത്, കരിയാപ്പില ഇതൊക്കെ മൂത്തു. ഇത് പിന്നെ ഈ അരപ്പ് ഇനി ഇടണം ഇതിലേക്ക്. തേങ്ങ, ജീരകം, മഞ്ഞപ്പൊടി, ചുവന്ന ചെറിയ മുളക്, ഉള്ളി, ചെറിയ സാധനങ്ങൾ കൂട്ടി അരച്ചെടുത്ത ഇത് വെല്ല ചുമക്കണം. കാന്താരി മുളകും ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഈ അരച്ചതിനകത്ത് കാന്താരി മുളക് ചേർത്തേക്കണം. കാന്താരി മുളകുണ്ട്, എന്തെങ്കിലും എരിവ് കിട്ടുള്ളൂ. ഇതിന് എരിവ് വേണ്ടേ. അപ്പം ഈ തേങ്ങ അരച്ചതിനകത്ത് കാന്താരി മുളകും കൂട്ടി അരച്ചേക്കണം. ചുവന്ന മുളക്, കാന്താരി മുളക് വരുമ്പോൾ തന്നെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതെ അതെ, നല്ല എരിവുണ്ടാവും. വലിയ മുളക് ഇടുന്നേ കഴിഞ്ഞ ഒരു രുചി വ്യത്യാസമുണ്ട്. ഇതിന് കാന്താരി മുളക് ചേർക്കുക. ഇനി നമുക്കിത് മൂത്തു. ഇതിന് ചക്ക ഇടുക. ഇതിപ്പോൾ ഇത് പോലെ ആയില്ലേ, തോരൻ പോലെ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. കുറച്ച് നേരം മൂത്ത് കഴിയുമ്പോൾ ചക്ക ഇടുക. ഇടിച്ച് വെച്ച ചക്ക ഇടട്ടെ. ഇടിച്ച് വെച്ച ചക്ക ഇട്ട് കുറച്ച് ലേശം ഉപ്പ്, ഈ ചക്ക ഇടിച്ചപ്പോൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? ചക്ക ഇടിച്ചപ്പോൾ ഉപ്പ് മാത്രമേ ഇട്ട് വേവിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഇടിച്ചിട്ടില്ല. ചക്ക നമ്മൾ ഞുറുക്കി തീയെ വെച്ചപ്പോൾ അടുപ്പേ വെച്ചപ്പോൾ ഉപ്പിട്ട് വേവിക്കണം, അല്ലെങ്കിൽ ഉപ്പ് ഒഴിച്ചാൽ കൂടിയരാ. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ലേശം ഉപ്പ് പോരായി ഉള്ളത് ഇപ്പ് ഇട്ട് കൊടുത്താൽ മതി. പോരാത്ത ഉപ്പ് ഇതിന്ന് ലേശം എല്ലാം കൂടി ഒന്ന് യോജിക്കണം. ചക്കയ്ക്ക് ഈ അരപ്പ്, തേങ്ങ അരച്ചത്, മുളക് അരച്ചതൊക്കെ ഇങ്ങനെ ഒരു ഒന്ന് യോജിക്കാനുണ്ട്. നമ്മൾ യോജിച്ചിട്ട് ലേശം നേരം ഇത് ഒരു ചെറിയ ആവി കയറാനുള്ള സമയം തട്ടിപ്പൊത്തി വെക്കുക. ചെറിയ ആവി ഇതിന് ഉണ്ടാവണം. അപ്പം ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ലേശം ആവി ഉണ്ടാവണം. ഒന്ന് മൂടുക. എത്ര സമയം ഇരിക്കണമായിരിക്കും അങ്ങനെ? ഒരു 5 മിനിറ്റ് വേണ്ട, അത്ര മതി. അമ്മച്ചി ഇടിച്ചക്കയൊക്കെ തോരൻ വെക്കാൻ വേണ്ടി എങ്ങനെ പഠിച്ചത്? അത് പഠിച്ചത് നമ്മുടെ അമ്മയൊക്കെ, നമ്മളൊക്കെ സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോഴേ ഇടിച്ചക്കയൊക്കെ തോരൻ വെച്ച് വെക്കും. 4 മണിക്ക് വിട്ട് വരുമ്പോൾ 4 മണിക്ക് വിട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട കറിയായിട്ടൊക്കെ തരും. ചക്ക മൂക്കുന്നതിന് മുമ്പ് ഉണ്ടാവും തുടങ്ങി ഇടിച്ചക്ക പറിച്ച് ഇങ്ങനെ ചെത്തിപ്പിറക്കി അടുപ്പ വെച്ച് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ചക്ക പഴുപ്പിച്ച കിട്ടുമല്ലോ. പഴുപ്പിച്ചാൽ കിട്ടും കുറച്ചൊക്കെ. ഇടിച്ചക്ക ഇങ്ങനെ കറി വെച്ചാലും ബാക്കി എമ്പടി ചക്ക കായ്ക്കും നമ്മുടെ പറമ്പിലൊക്കെ, ഇഷ്ടംപോലെയൊക്കെ ഉണ്ട്. അപ്പം അമ്മ ഇങ്ങനെ ഇടിച്ചക്ക പറിച്ചുകൊണ്ടൊന്ന് ഇങ്ങനെയൊക്കെ കറി വെക്കണം നമ്മൾ കണ്ടുപിടിച്ചു. അമ്മയും പിന്നെ നമ്മുടെ ചേച്ചിമാരൊക്കെ മൂത്തവരുണ്ട് എൻ്റെ, അവരൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇടിച്ചക്ക കറി വെച്ച് വെക്കും. അപ്പം ഇതിങ്ങനെ കണ്ടുപിടിച്ചതാ. അമ്മ നല്ല നല്ലപോലെ കറിയൊക്കെ വയ്ക്കുമായിരുന്നു. അത് തന്നെയാണ് അമ്മച്ചിക്കും കിട്ടിയത്. അത് തന്നെ അങ്ങനെയായിരിക്കും. അങ്ങനെ കുറേശ്ശെ കണ്ടുപിടിച്ചു. അതെ. അപ്പം എല്ലാ കൂട്ടം കറിയൊക്കെ അമ്മ വെക്കുമായിരുന്നു. അതെല്ലാം കണ്ടുപിടിച്ചു. എല്ലാം കണ്ടുപിടിച്ചു. ഓരോ കറിക്ക് അങ്ങനെ കണ്ടുപിടിച്ചു. നമ്മളൊക്കെ സ്കൂളിലൊക്കെ പോയി വരുമ്പോൾ ഇങ്ങനെയൊക്കെ കഞ്ഞിയൊക്കെ തരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇടിച്ചക്ക കറി, കപ്പ കറി, ഇടിച്ചക്ക ഉണ്ടാവും. അതുപോലെ എല്ലാ കൂട്ടും എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാവും. ചേമ്പ്, ചേന അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ കറി വെക്കും. പയറുണ്ടാവുന്ന കാലത്ത് പയറ്, ചക്കക്കുരു, മാങ്ങയുള്ള കാലത്ത് മാങ്ങ, ചക്ക, ചക്കക്കുരു ഇങ്ങനെ എല്ലാം ഒരേ കറി ഉണ്ടാവും. അന്നൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പട്ടിണിയല്ലേ, അപ്പൊ കിട്ടുന്നതൊക്കെ ഇങ്ങനെ തിന്നും. ഇറച്ചി മീനൊന്നും ആയിരിക്കില്ല. ഇറച്ചി മീനൊന്നും എപ്പോഴും മേടിക്കാനുള്ള വശയില്ലല്ലോ, കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ തിന്ന് പിന്നെ കപ്പ, പല പഴ സാധനങ്ങള്, വാഴയ്ക്ക ഇതൊക്കെ കറി വെക്കും. നല്ല മീനോ ഒന്നും അന്ന് കറി വെക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ പിള്ളേർക്കൊക്കെ മീൻ, ഇറച്ചിയൊക്കെ വേണമല്ലോ. അന്ന് കൂടിപ്പോയ മത്തി, വല്ല ഉണക്ക മുള്ളനോ ഉണക്ക മത്തിയോ അങ്ങനെയൊക്കെ കൂട്ടിയത് നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ കറി. നല്ല ടേസ്റ്റ് തന്നെയാ. അന്നൊക്കെ നല്ലത് തന്നെ. അന്നൊക്കെ കിട്ടാനില്ലല്ലോ. കിട്ടാനില്ലാത്തപ്പോ നമുക്ക് നല്ലതല്ലേ, എന്ത് കിട്ടിയാലും നല്ലത്.
അന്നത്തെ ആ ഒരു ടേസ്റ്റിലുള്ള ഇടിച്ചക്കയാണ് ഇടിച്ചക്കയാണ് ഇന്നിപ്പോൾ നമ്മൾ കറി വെച്ചത്. നമുക്കിതൊന്ന് മൂട നോക്കി നോക്കാം. തുറന്നു നോക്കിയോ. ഇളക്കി ഇടുക. ചൂടായാൽ നല്ലപോലെ ചൂടായിട്ട് ഒന്ന് ഇതുണ്ടോ ഒന്ന് തോരനായിട്ട് വരും. ഇളക്കി ഇടുമ്പോഴേ തോരനായിട്ട് വരും. നല്ലപോലെ ചൂട് കയറണം, എങ്കിലെങ്കിൽ അതിൻ്റെ യോജിപ്പ് വരുള്ളൂ. പിന്നെ മൂടി വെക്കണോ? ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഇരുന്നാൽ മതി അല്ലേ? കുറച്ച് നേരം ഇരുന്നാൽ മതി. അമ്മച്ചി നല്ല ഡാൻസുകാരിയാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ചെറുപ്പകാലങ്ങളിലെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട്. സ്കൂളിലെ വാർഷികത്തിന് ഒക്കെ നമ്മൾ കൂടിയിട്ടുണ്ട്. അതെ. ഇപ്പൊ പിന്നെ പ്രായമായില്ലേ? പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ആണോ? പഠിച്ചിട്ടുണ്ട്, കളിച്ചിട്ടൊക്കെ ഉണ്ട്. സ്കൂളിലൊക്കെ നല്ല വാർഷികത്തിന് കൂടിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ നമ്മള് പ്രായമായില്ലേ? അന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡാൻസ് കളിക്കും. അത് ഒരേ സ്ഥലത്ത് ചെല്ലുമ്പോ ഒരേ രംഗത്തൊക്കെ അന്നേരത്തെ മൂഡ് പോലെ. ഇന്നൊരു ഡാൻസ് കളിക്കാനുള്ള മൂടുണ്ടോ? ഇന്നിപ്പോ മൂടില്ല. ഇന്നിപ്പോ എന്താ നമുക്ക് പിന്നെ ഒരു ദിവസം ഡാൻസ് കളിക്കാം. പിന്നെ ഇപ്പൊ നമ്മളെന്ത് ഡാൻസ് കളിക്കുക അതല്ലേ? അതിനൊക്കെ നമ്മൾ ഒരുക്കം വേണ്ടേ? നല്ലൊരു പാട്ടൊക്കെ ഇട്ട് മ്യൂസിക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഡാൻസ് അപ്പോഴാ ഡാൻസ് ആവുള്ളൂ. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോ എന്ത് ഡാൻസാ. ഡാൻസ് ഒക്കെ കൂടിയിട്ടുണ്ട്. നമുക്ക് പാട്ടൊക്കെ ഇട്ട് ഒരു ദിവസം ഡാൻസ് കളിക്കാം. അത് തന്നെ നമ്മള് നന്നായിട്ട് പാട്ടൊക്കെ ഇട്ട് പാട്ടിന്റെ ഡാൻസിനനുസരിച്ച് കളിക്കാം. പിന്നെ കല്യാണങ്ങളല്ലേ, കല്യാണങ്ങൾക്കൊക്കെ അമ്മച്ചി ഇങ്ങനെ പിന്നെ സ്റ്റേജിലൊക്കെ വന്ന് കയറിയിട്ട് പിള്ളേരുടെ ഒക്കെ കൂടുതൽ വല്ലതൊക്കെ ഡാൻസ് കളിക്കുന്ന കുറച്ച് പിള്ളേരും കൂടെ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് അതെല്ലാം കൂടെ ഒപ്പിച്ച് ഒരു ദിവസം കളിക്കാം. അത് തന്നെ. ഇപ്പൊ നമ്മുടെ ഇതായോ? ഇപ്പൊ നമ്മുടെ ഇത് ചൂടായി. നല്ലപോലെ ചൂടാവുമ്പോ ഇത് വാങ്ങി വെക്കണം. ഇതിങ്ങനെ പൊട്ടിച്ചിട്ടേ തട്ടിപ്പൊത്തി നമ്മൾ വെച്ചില്ലേ, അപ്പൊ അതിന് നല്ല ആവി കയറിയില്ലേ. സ്റ്റവ് ഓഫ് ആക്കട്ടെ. സ്റ്റവ് ഓഫ് ആക്കിക്കോ. അപ്പം നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡിയായി. ഇടിച്ചക്ക തോരൻ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? കഴിച്ചു നോക്കണം. ഉപ്പുണ്ടോ, അതിന് എന്താ കൂടേണ്ടത് ചേരേണ്ടത് എന്നൊക്കെ നോക്കണ്ടേ? എന്താ പോരായ്മയെന്ന് അറിയണ്ടേ? അതെ. എന്താ കുറവുള്ളത്, ഉപ്പുണ്ടോ മുളകുണ്ടോ, നമ്മൾ ഇടിച്ചക്ക വെച്ചത് ശരിയായോ എന്ന് അറിയില്ല. ഈ വർഷത്തെ ആദ്യത്തെ ഇടിച്ചക്ക കറി അല്ലേ? നല്ല ചക്ക ഐറ്റംസിൽ ആദ്യത്തെ ഭക്ഷണം കേട്ടോ. ആയിക്കോട്ടെ. ഇനി ചക്ക എന്നും തിന്നാം. അതെ. സൂപ്പറാ. ഇനി എന്തെങ്കിലും ചേരാനുണ്ടോ? ഇല്ല, ഉപ്പൊക്കെ പാകത്തിനാണ്. ഉപ്പ് മുളക് ഒക്കെ എരിവും നല്ല കറക്റ്റ് ആയിട്ടുള്ള എരിവുണ്ട്. വത്തൽമുളകിന്റെ പിന്നെ കാന്താരി അരച്ചതാ. കാന്താരിന്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടുന്നുണ്ട്. കാന്താരി ആ അരപ്പിൽ അരച്ചതാ. തേങ്ങാന്റെ കൂട്ടത്തിൽ കാന്താരി അരച്ചിട്ടുണ്ട്. ഈ മുളക് കൊണ്ട് തന്നെ ഇതിന് എരിവ് കിട്ടിയല്ല. അതെ, നമ്മൾ ഇടിച്ചിട്ട മുളക് കൊണ്ട് തന്നെ. പക്ഷെ ഇടിച്ചക്ക തോരനായിട്ടല്ല കേട്ടോ, നല്ല വൈകുന്നേരം നല്ല കട്ടൻ കാപ്പിക്ക് ഇടിച്ചക്ക ഇങ്ങനെ കഴിക്കുക. അതെ. അത് ഇഷ്ടമുള്ളെങ്കിൽ ചെയ്യാലോ. പിന്നെ അല്ലെങ്കിൽ ചോറിനകത്തിട്ടിട്ട് ഇങ്ങനെ വരകിയിട്ടേ കഴിക്കും ഞങ്ങളൊക്കെ. നമുക്ക് പിന്നെ കാപ്പിക്ക് തിന്നാം. എന്തായാലും നല്ല ഇടിച്ചക്ക തോരനാ. ഇനിയിപ്പോ ഇതിന് ചേരാനൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, എല്ലാം കറക്റ്റാ. അപ്പോൾ ഇടിച്ചക്കൻ്റെ എല്ലാം സമയമായതുകൊണ്ട് എല്ലാവർക്കും വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഇടിച്ചക്ക പറിച്ച് ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ തോരൻ വെച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അമ്മച്ചീനെ അറിയിക്കണം. അമ്മച്ചി പറഞ്ഞ പോലെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങൾ തെറ്റാണേലും കുറ്റാണേലും ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങൾ അമ്മച്ചീനെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബൈ.